ഹലോ ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള ഇൻ ഏപ്രിൽ ബിനീറ്റ്സ് എ സെൻറ്റഡ് തോൺ എന്നുള്ള പോയത്തെക്കുറിച്ചാണ്. ഇത് VAC തേർഡ് സം കൊമേഴ്സ് ഇംഗ്ലീഷ് പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ള ഒരു പോയമാണ്. ഓക്കെ, സോ നമുക്ക് പോയത്തിൻ്റെ ടൈറ്റിൽ ഒന്ന് നോക്കിയാൽ അറിയാം. ഇൻ ഏപ്രിൽ ബിനീത്ത് എ സെൻറ്റഡ് തോൺ. ഏപ്രിൽ മാസത്തിൽ ബിനീത്ത് മീൻസ് താഴെ അല്ലെങ്കിൽ കീഴെ എന്നുള്ള മീനിങ് ആണ്, ചുവട്ടിൽ എന്നൊക്കെ മീനിങ് ആണ്. സെൻറ്റഡ് തോൺ, സെൻറ്റഡ് മീൻസ് ഫ്രാഗ്രൻസിൽ അല്ലെങ്കിൽ സുഗന്ധമുള്ള, തോൺ ഒരു മുൾച്ചെടി അല്ലേ. ഏപ്രിൽ മാസത്തിൽ ഒരു മുൾച്ചെടിക്ക് ചുവട്ടിലായിട്ട് അല്ലെങ്കിൽ അടിയിലായിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ടൈറ്റിൽ വരുന്നത് പോയത്തിൻ്റെ. അപ്പം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നേച്ചറുമായിട്ട് പ്രകൃതിയുമായിട്ട് നമ്മളെ പ്ലാന്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പോയമാണ് വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ളത്. ഇനി നമ്മൾ വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് എ ഇംഗ്ലീഷ് പോയറ്റ് അല്ലേ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ തന്നെ മറക്കാനാവാത്ത കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു പോയറ്റാണ് വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. മോറോവർ ഹീസ് എ റൊമാൻറ്റിക് പോയറ്റ്. റൊമാൻറ്റിക് പോയറ്റ് എന്താ? റൊമാൻസിനെ കുറിച്ച് എഴുതുന്ന ആളല്ല റൊമാൻറ്റിക് പോയറ്റ്. നേച്ചറിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, നേച്ചുറൽ എലമെന്റ്സിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതുന്ന ടൈപ്പ് ഓഫ് പോയട്രിയാണ് നമ്മൾ റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂപ്പരുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത്, തീംസ് എന്ന് പറയുന്നത് എപ്പോഴും നേച്ചറും പ്ലാന്റ്സും അതേപോലെ തന്നെ നേച്ചറിന്റെ ബ്യൂട്ടിയും അതിന്റെ പേഴ്സോണിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു വേർഡ്സ്വർത്ത് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത്തരത്തിൽ നേച്ചറിന്റെ ബ്യൂട്ടിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെയും നേച്ചറിന്റെയും കണക്ഷനെ കുറിച്ചിട്ട് വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നുള്ളത്. നമുക്കറിയാം ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് ആണ് വരുന്നത്. ആൻഡ് ദിസ് പോയം ഡിസ്കസ് അബൌട്ട് ദ കണക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റ് അല്ലെ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ ബ്യൂട്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതി ഇപ്പോൾ പ്രകൃതിയുടെ അവസ്ഥ ഇപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനെ എന്ത് ചെയ്തുകൊണ്ട് സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി അല്ലെ. അപ്പോൾ അത്തരത്തിൽ സ്പോയിൽ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയെക്കുറിച്ചും എത്രത്തോളം നശിപ്പിച്ചാലും വീണ്ടും വീണ്ടും ഹീലായി വരാനുള്ള നേച്ചറിൻ്റെ ആ ബ്യൂട്ടിയെക്കുറിച്ചൊക്കെയാണ് വേർഡ്സ്വർത്ത് ഈ പോയത്തിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ പോയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നറേറ്ററേയും കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഷെപ്പേർഡ് അല്ലെങ്കിൽ ഒരു ആട്ടിടനെയും ഈ പോയത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ രൂപത്തിലാണ് ഈ പോയം വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ളത്. വേറൊരു സ്പീക്കറെ നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. അതെ, മനുഷ്യന്റെ പ്രകൃതിയിൽ നടക്കുന്ന ദുഷ്പ്രവൃത്തികളെ കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ചീത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ പോയം കൊണ്ട് വേർഡ്സ്വർത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. എത്ര തന്നെ ചീത്ത കാര്യങ്ങൾ ചെയ്താലും പ്രകൃതിക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അത് പ്രകൃതിയുടെ മാത്രം ഒരു കപ്പാസിറ്റിയാണ് അല്ലെ. എത്രത്തോളം നമ്മൾ നശിപ്പിച്ചാലും അതിനെ റീസ്റ്റോർ ചെയ്യാൻ, ബ്യൂട്ടി റീസ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മളെ ഈ നേച്ചറിന് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ ഡയലോഗ് ബിറ്റ്വീൻ എ ഷെപ്പേർഡ് ആൻഡ് അനദർ സ്പീക്കർ. ഒരു ആട്ടിടനെയും ഒരു സ്പീക്കറും തമ്മിലുള്ള കോൺവെർസേഷൻ രൂപത്തിലാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇറ്റ് ഗ്ലോറിഫൈസ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അല്ലെ. പ്രകൃതിയുടെ ഭംഗിയെ പൊക്കി പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയമാണ് ഇത്. ഇനി നമ്മൾ വേർഡ്സ്വർത്തിനെ കുറിച്ച് കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേർഡ്സ്വർത്തിന്റെ കളക്ഷനാണ് സാമുവൽ ടൈലർ കോളറിജിന്റെ ഒപ്പം എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷൻ ആയിരുന്നു ലിറിക്കൽ ബെല്ലാഡ്സ് എന്ന് പറയുന്നത്. ലിറിക്കൽ ബെല്ലാഡ്സിലെ ഒരു പോയമാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ഇൻ ഏപ്രിൽ ബിനീത്ത് എ സെൻറ്റഡ് തോൺ. ലിറിക്കൽ ബെല്ലാഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റൊമാൻറ്റിക് പോയട്രി അല്ലെ. ഒരു കളക്ഷൻ ഓഫ് റൊമാൻറ്റിക് പോയിംസിന്റെ, നേച്ചർ പോയിംസിന്റെ കളക്ഷനാണ് ലിറിക്കൽ ബെല്ലാഡ്സ് എന്ന് പറയുന്നത്. 1798 സാമുവൽ ടൈലർ കോളറിജുമായി കമ്പൈൻ ചെയ്ത് വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള ഒരു പോയട്രി കളക്ഷൻ ആയിരുന്നു ലിറിക്കൽ ബെല്ലാഡ്സ്. അതിലെ ഒരു പോയം മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് പോയത്തിലേക്ക് പോവാം. ഇതൊക്കെയാണ് പോയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. In April, here beneath the scented thorn, he heard the birds their morning carol sing. അപ്പൊ എന്താണ് നമ്മൾ ആട്ടിടനെ കുറിച്ച് ആദ്യം തന്നെ പറയുന്നുണ്ട് അല്ലെ. In April, here beneath the scented thorn, ഒരു ഏപ്രിൽ മാസത്തിൽ ഈ കള്ളിമുൾ ചെടിയിലെ സുഗന്ധമുള്ള അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് വരുത്തുന്ന ഈ കള്ളിമുൾ ചെടിയുടെ അടിയിലായിട്ട് അവൻ എന്ത് കേൾക്കാണ്? He heard the birds their morning carol sing. ഈ ഒരു ദിവസം രാവിലെ അവൻ ആ കള്ളിമുൾ ചെടിയിൽ നിന്നൊരു സുഗന്ധമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വെക്കുമ്പോൾ അതിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? He heard the birds their morning carols sing. ഈ പക്ഷികൾ എന്താണ് അവിടെ എന്നിട്ട് രാവിലെ എന്നിട്ട് അവരുടെ പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടാൻ മീൻസ് പക്ഷികൾ അവരുടെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ വായ കൊണ്ട് എന്ത് ചെയ്യാണ്? ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. പക്ഷികളുടെ പാട്ട് എന്ന് പറയുന്നത് അതാണ്. പിന്നെ അവിടെ എങ്ങനെ നിൽക്കുമ്പോൾ അവൻ എന്ത് ശ്രദ്ധിക്കുകയാണ്? പ്രകൃതിയുടെ ഭംഗി എങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അപ്പോൾ അവൻ എന്ത് കിട്ടുകയാണ്? ആ പക്ഷികളുടെ പാട്ട് അവന് അല്ലെങ്കിൽ ആ പക്ഷികളുടെ ഗാനം അല്ലെങ്കിൽ പക്ഷികളുടെ ശബ്ദം ഉണ്ടാക്കുന്നവൻ ശ്രദ്ധിക്കാനിടയായിട്ടുണ്ട്. And he perhaps for what we know was born not half a furlong from that self same spring.
അല്ലേ? അപ്പൊ എന്താണ് ഈ ഫേർലോങ് എന്ന് പറയുന്നത് 201 മീറ്റർ എന്നാണ് വരുന്നത് അല്ലെ. 201 മീറ്ററിനെയാണ് ഇംഗ്ലീഷിൽ ഫേർലോങ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ആണ് ഫേർലോങ് എന്ന് പറയുന്നത്. ഓക്കെ, അവൻ ഈ സെന്റർ തോണിന്റെ അടിയിൽ എന്നിട്ട് പക്ഷികളുടെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആലോചിക്കാണ്. ആൻഡ് അവൻ എന്താണ് പെർഹാപ്സ് ചിലപ്പോ വാട്ട് വി നോ എന്താ നമുക്കറിയാവുന്ന പോലെ തന്നെ വാസ് ബോൺ നോട്ട് എ ഹാൾ ഫേർലോങ് ഫ്രോം ദാറ്റ് സെൽഫ് മെയിൻ സെയിം സ്പ്രിങ്. ആ നീരുറവിൽ നിന്ന് ഒരു 201 മീറ്റർ അകലെ മാത്രമുള്ള ഒരു സ്ഥലത്താണ് അവൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആട്ടിടയനെ കുറിച്ചായിരിക്കും അല്ലെ. അവൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ആട്ടിടയൻ എന്ത് ചെയ്യാണ്, ആ സെന്റർ തോണിന്റെ അടിയിൽ നിന്ന് പക്ഷികളുടെ പാട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അവൻ അവിടെ ഉള്ളൊരു നീരറവിയിൽ നിന്ന് വെറും 201 മീറ്റർ അകലെയുള്ളൊരു സ്ഥലത്ത് മാത്രമാണ് അവൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. അത്രമാത്രം ദൂരത്ത് വ്യത്യാസം മാത്രമേ ഉള്ളൂ അവനോ ആ നീരുറവിയും തമ്മിലുള്ള. അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ആട്ടിടയൻ ജനിച്ചിട്ടുള്ളത്. ഓക്കെ, ബട്ട് നൗ ഹിയർ ഈസ് നെയ്തർ ഗ്രാസ് ഓർ പ്ലസന്റ് ഷെയ്ഡ്. പക്ഷെ എന്താണ് അന്ന് ആ സമയത്ത് എന്തായിരിക്കാം, നമുക്കിത് വേർഡ്സ്വർത്തിന്റെ ലൈഫായിട്ടും കണക്ട് ചെയ്യാം. വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളായിരുന്നു. പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പ്രകൃതിയുടെ ബ്യൂട്ടിയൊക്കെ വർണ്ണിച്ചുകൊണ്ട് ജീവിച്ചു വന്നൊരു ആളായിരുന്നു വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. നമുക്ക് വേർഡ്സ്വർത്തിന്റെ ക്യാരക്ടറിനെ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. താങ്കൾ ജനിച്ച സമയത്ത് പ്രകൃതി എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് ഇത് മാറി പറയാനായിട്ട് തുടങ്ങാണ്. അപ്പോൾ നമ്മൾ ആട്ടിടയൻ ജനിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ വേർഡ്സ്വർത്തിന്റെ ലൈഫായിട്ട് നമുക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ആട്ടിടയൻ ജനിച്ചപ്പോൾ അവൻ ആ 201 മീറ്റർ അകലെയുള്ള അരുവിയുടെ അടുത്തായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അത് മീൻസ് നേച്ചറിന്റെ ബ്യൂട്ടി പറയാണ് അല്ലെ, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു അന്ന് ആ സ്ഥലം. സെൽഫ് സെയിം സ്പ്രിങ് ബട്ട് നൗ ഹിയർ ഈസ് നെയ്തർ ഗ്രാസ് നോർ പ്ലസന്റ് ഷെയ്ഡ്. പക്ഷെ ഇപ്പൊ എന്തില്ല, അവിടെ പുല്ലുമില്ല, അതേപോലെ തന്നെ പ്ലസന്റ് ഷെയ്ഡ്, നമുക്ക് ഒരു തണൽ നൽകാനായിട്ട് ഒരു മരങ്ങളോ ഇല്ല. പ്ലസന്റ് ഷെയ്ഡ്, നമുക്ക് ഷെയ്ഡ് നൽകുന്ന എന്താണ്, മരങ്ങളാണ് അല്ലെങ്കിൽ നേച്ചറാണ്. പക്ഷെ ഇപ്പോൾ എന്നുള്ളതിന്റെ അവസ്ഥ എന്താണ്, അവിടെ ഉറവ പോയിട്ട് ഗ്രാസ് ഇല്ല, പുല്ലുമില്ല, അതേപോലെ തന്നെ പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡ്, നമുക്ക് സന്തോഷം നൽകാനായിട്ട്, നമുക്ക് കുറച്ച് തണൽ നൽകാനായിട്ട് ഒരു ചെടികളോ മരങ്ങളോ പോലും അവിടെ ഇല്ല. The sun on drearier hollow never shone. The sun on drearier, സൂര്യനൊക്കെ ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, മങ്ങിയിട്ടുണ്ട്. ഡ്രയറിയർ മീൻസ് മങ്ങുക എന്നാണ് അർത്ഥം അല്ലെ. ഹോളോ മീൻസ് ഉള്ളിൽ പൊള്ളയായതിനാണ് നമ്മൾ ഹോളോ എന്ന് പറയുന്നത്. ഹോളോ നെവർ ഷോൺ, ഇതിന്റെ പൊള്ളയായിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. So it will be as I have often said, till trees and stones and fountains all are gone. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മരങ്ങളായാലും കല്ലുകളായാലും വെള്ളച്ചാട്ടങ്ങളായാലും നീരുറവകളായാലും ഇന്നൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലോകത്ത് തന്നെ മാഞ്ഞു പോകുന്നുണ്ട് അല്ലെ. നേച്ചർ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് കാണാം. ഒരു കാലത്ത് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. സൂര്യന്റെ തണല് നൽകാൻ, നമുക്ക് സൂര്യന്റെ വെയിലിൽ നിന്ന് തണലേകാൻ മരങ്ങളും കല്ലുകളും വലിയ വലിയ മരങ്ങളും അതേപോലെ തന്നെ ഫൗണ്ടെയിൻസും നീരുറവകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവൻ ചെറുപ്പമായിരുന്നപ്പോഴായിരിക്കാം അല്ലെ. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തില്ല, അവിടെ ഒന്നുമില്ല, എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. ഓൾ ആർ ഗോൺ. ഈ പറയുന്ന നേച്ചറുള്ള കാര്യങ്ങൾ, നേച്ചറിന്റെ ബ്യൂട്ടി, ഈ എലമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന് നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഗ്രേ ഹെഡഡ് ഷെപ്പേർഡ്, നമ്മളെ ഷെപ്പേർഡിന്റെ അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവന്റെ അപ്പിയറൻസ് പറയുന്ന ഒരു ഗ്രേ തലയോട് കൂടിയിട്ടുള്ള ആളായിരുന്നു. Thou hast spoken well. അവനോട് ഇനി സ്പീക്കർ ചോദിക്കുകയാണ്, ഗ്രേ ഹെഡഡ് ഷെപ്പേർഡിനോട് റിപ്ലൈ ആയിട്ട് നമ്മളെ സ്പീക്കർ പറയാണ്, Thou hast spoken well. Thou means you. എന്ത് ചെയ്തിട്ടുണ്ട്, നീ നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, സ്മോൾ ഡിഫറൻസ് ലൈസ് ബിറ്റ്വീൻ thy creed and mine. പക്ഷേ ക്രീഡ് മീൻസ് അവിടെ വിശ്വാസം എന്നൊക്കെയുള്ള മീനിങ് ആണ്. അവരെ നമ്മളെ ഷെപ്പേർഡിനോട് പറയാണ് നമ്മളെ സ്പീക്കർ, പക്ഷേ നീ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് നേച്ചറിനെ കുറിച്ചൊക്കെ, നേച്ചറിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചൊക്കെ. പക്ഷേ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ദർ ഈസ് എ ഡിഫറൻസ് ലൈസ് ബിറ്റ്വീൻ thy creed and mine. നിന്റെ വിശ്വാസവും എൻ്റെ വിശ്വാസം തമ്മിൽ അവിടെ ഒരു വലിയ വ്യത്യാസം തന്നെ ഉണ്ട്. നീ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ നിന്റെയും എൻ്റെയും വിശ്വാസങ്ങൾ തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ദീസ് ബീസ്റ്റ് നോട്ട് അൺഒബ്സർവ്ഡ് ബൈ നേച്ചർ ഫെൽ. ബീസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് മേ ബി എന്തായിരിക്കാം, ഹ്യൂമൻസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ യങ് വേർഡ്സ്വർത്തിനെ ആയിരിക്കും, ചെറുപ്പകാലത്തുള്ള വേർഡ്സ്വർത്തിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ എൻറ്റയർലി ആവും. ബീസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് മനുഷ്യനെയാണ്, മൃഗം എന്നുള്ള മീനിങ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ദീസ് ബീസ്റ്റ് നോട്ട് ഒബ്സർവ്ഡ് ബൈ നേച്ചർ ഫെൽ. ഈ നേച്ചർ വീഴുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ മനുഷ്യര് കണ്ടിട്ടില്ല. ഓർക്കുക, ബീസ്റ്റ് എന്നുള്ളതുകൊണ്ടുള്ള മീനിങ് ഹ്യൂമൻസ് ആണ്. മേ ബി ആ യങ് വേർഡ്സ്വർത്തിന്റെ കൊനോട്ടേഷനും നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ദീസ് ബീസ് നോട്ട് അൺഒബ്സർവ്ഡ് ബൈ നേച്ചർ ഫെൽ. എന്ത് ചെയ്തിട്ടില്ല, നേച്ചർ വീഴുന്നത് അല്ലെങ്കിൽ നേച്ചർ തകരുന്നതൊന്നും ഈ ബീസ്റ്റ് കണ്ടിട്ടില്ല, ഈ മൃഗം കണ്ടിട്ടില്ല. ഹിസ് ഡെത്ത് വാസ് മൗണ്ട് ബൈ സിമ്പതി ഡിവൈൻ. അവന്റെ മരണം
അല്ലെ. ഈ ഹിസ് ഡെത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡിയർ ആണ് അല്ലെ. പ്രകൃതിയിൽ ഉണ്ടാവുന്ന നമ്മളൊരു മെയിൽ ഡിയറിനെയാണ് അവിടെ ഹിസ് ഡെത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു കൊനോട്ടേഷൻ ആണ് അല്ലെ. ഒരു പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഒരു മാനിന്റെ പ്രകൃതിയിലെ ഒരു വസ്തുവാണ് എന്ത്, മാൻ എന്ന് പറയുന്നത് അല്ലെ, ഒരു മൃഗമാണ്. അതിന്റെ ഡെത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹിസ് ഡെത്ത് വാസ് മോൺഡ് ബൈ സിമ്പത്തി ഡിവൈൻ. ഈ നേച്ചറിൽ നശിക്കുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, നേച്ചറിലുള്ള വസ്തുക്കളും മൃഗങ്ങളും ഒക്കെ മരിക്കാനായിട്ട് തുടങ്ങും അല്ലെ. ഹിസ് ഡെത്ത് വാസ് മോൺഡ് ബൈ സിമ്പത്തി ഡിവൈൻ അല്ലെ. അവന്റെ മരണം എന്ന് പറയുന്നത് എന്താണ്, നല്ല സിമ്പതിയോടെയാണ്. മോൺ ചെയ്യാൻ എന്താ, തേങ്ങുക അല്ലെങ്കിൽ വിലപിക്കുക എന്നുള്ളൊക്കെ അർത്ഥമാണ് വരുന്നത്. ഓക്കെ. The being that is in the clouds and air. The being that is in the clouds and air. നമുക്കിവിടെ ഒരു പേഴ്സോണിഫിക്കേഷൻ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഒരു നേച്ചറിനെ പേഴ്സോണിഫൈ ചെയ്യാണ് നമ്മളുടെ റൈറ്റർ ഇവിടെ ചെയ്യുന്നത്. The being that is in the clouds and air, that is in the green leaves among the groves, maintain a deep and reverential care for the unaffecting creature whom he loves. മേ ബി ഗോഡിനെ കുറിച്ചായിരിക്കാം പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഗോഡിനെ കുറിച്ചായിരിക്കും അവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ബീയിങ് അല്ലെങ്കിൽ ആ വസ്തു അല്ലെങ്കിൽ ആ ആള്, ദാറ്റ് ഈസ് ഇൻ ദ ക്ലൗഡ്സ് ആൻഡ് എയർ. നമ്മളെ മേഘങ്ങൾക്കിടയിലും നമ്മുടെ ഭൂമിയിലും അല്ലെങ്കിൽ ശ്വസിക്കുന്ന വായുവിലൊക്കെയുള്ള ആ ജീവൻ, അല്ലെങ്കിൽ മേ ബി ഒരു ഹ്യൂമൻ ആയിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഗോഡിനെ തന്നെ എടുക്കാം. ദാറ്റ് ഈസ് ഇൻ ദ ഗ്രീൻ ലീവ്സ് എമംഗ് ദ ഗ്രോസ്. എവിടെയുണ്ട്, ആ വളർന്നു പിടിച്ചിട്ടുള്ള ചെറിയ ഇലകൾക്കിടയിലും നമുക്കതിനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മെയിൻറ്റെയിൻ എ ഡീപ്പ് ആൻഡ് റെവറൻഷ്യൽ കെയർ അല്ലെ. മെയിൻറ്റെയിൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ത്, എ ഡീപ്പ് അഗാധമായ ആൻഡ് റെവറൻഷ്യൽ കെയർ, ആദരവോടുകൂടിയ പരിചരണം അല്ലെ. ആദരവോടുകൂടിയ പരിചരണം എന്ത് ചെയ്യുന്നുണ്ട്, അവൻ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കെയർ ചെയ്യുന്നുണ്ട്. നേച്ചറിനെ ആയിരിക്കാം മേ ബി ഇവിടെ പറയുന്നത്. നമുക്ക് ഗോഡിനെ കൊണ്ടുവരാം, നേച്ചറിനെ നമുക്ക് കൂടുതൽ കോൺട്രേറ്റീവ് ആയിട്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ എയറിലും ക്ലൗഡിലും ഒക്കെ ഉള്ള നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻസ് എ ഡീപ്പ് റെവറൻഷ്യൽ കെയർ ഫോർ ദ അൺഅഫക്റ്റിംഗ് ക്രിയേച്ചർ ഹൂം ഹി ലവ്സ് അല്ലെ. ഒരു കുറ്റവും ചെയ്യാത്ത മൃഗങ്ങളെ അല്ലെങ്കിൽ ജീവികളെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ നേച്ചറിനാണ് പറയുന്നത്. തൊട്ട് മുന്നത്തെ സ്റ്റാൻസിലും ഒരു ഡിയറിന്റെ ഡെത്ത് പറഞ്ഞു. ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ഹ്യൂമൻസ് അല്ലെ, മനുഷ്യർ കാരണമായിരിക്കാം ഡിയർ മേ ബി മരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് നേച്ചറിന്റെ അല്ലെങ്കിൽ ഗോഡ്, ടച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്ന ഒരു സിമ്പിൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഗോഡായിട്ടും എടുക്കാം അല്ലെങ്കിൽ നേച്ചറുമായിട്ടും എടുക്കാം. ദാറ്റ് ബീയിങ് ദാറ്റ് ഈസ് ഇൻ ദ ക്ലൗഡ്സ് ആൻഡ് എയർ. നമ്മൾ ശ്വസിക്കുന്ന വായുവിലും മേഘങ്ങൾക്കിടയിലൊക്കെ ഉള്ള ആ ചുവന്ന പച്ച ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ആ വളർന്നു പിടിക്കുന്നതിൻ്റെ ഇടയിലുള്ള ആ വസ്തു മെയിൻറ്റെയിൻസ് എ ഡീപ്പ് ആൻഡ് റെവറൻഷ്യൽ കെയർ. എന്ത് ചെയ്യുന്ന അഗാധമായ അല്ലെങ്കിൽ എന്താണ് ആദരവോടുകൂടിയ പരിചരണം എന്ത് ചെയ്യുന്നുണ്ട്, ഓഫർ ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെയാണ്, ഫോർ ദ അൺഒഫെൻഡിങ് ക്രിയേച്ചേഴ്സ്. ആർക്കാണ് ഓഫർ ചെയ്യുന്നത്, ഈ നമ്മളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ നേച്ചറിൽ, നമ്മളുടെ സമൂഹത്തിലെ നേച്ചറിലുള്ള അൺഒഫെൻഡിങ് ആയ ഒരു കുറ്റവും ചെയ്യാത്ത ക്രിയേച്ചേഴ്സിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ കെയറും അവൻ്റെ ഡീപ്പ് ലവ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. നേച്ചർ എന്താണ്, നേച്ചർ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നുള്ള മീനിങ് നമുക്ക് മേ ബി അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ എല്ലാവരും ഒരു കുറ്റവും ചെയ്യാത്തവരെയും നല്ലവരെയൊക്കെ നേച്ചറിലുള്ളവരൊക്കെ എന്ത് ചെയ്യണം, ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. The pleasure house is dust, the current condition of nature അല്ലെ. ഈ പ്ലഷർ ഹൗസ്, നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, സന്തോഷമുള്ള ഒരു ഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു വീടാണ്. ഇപ്പൊ എന്താണ് അതിന്റെ അവസ്ഥ, ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഡസ്റ്റ്. ആകെ പൊടി പിടിച്ച് കിടക്കാണ്, ആകെ നശിച്ച് കിടക്കാണ്. ബിഹൈൻഡ് ബിഫോർ അല്ലെ, നമ്മളുടെ മുന്നിൽ കാണാൻ പറ്റുന്ന എന്താണ്, ആകെ പൊടി പിടിച്ച് കിടക്കുന്ന നേച്ചറിനെയാണ്. ദിസ് ഈസ് നോ കോമൺ വേസ്റ്റ്, നോ കോമൺ ബ്ലൂ. ഇതെന്ന് പറയുന്നത് എന്താ, ഒരു സാധാരണ തരത്തിലുള്ള വേസ്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ സാധാരണ തരത്തിലുള്ള സന്തോഷമൊന്നുമല്ല. ഓക്കെ. But nature in due course of time once more shall here put on her beauty and her blow. ഇത് നേച്ചറാണ്. ഇപ്പൊ പൊടി പിടിച്ച് കിടന്നോട്ടെ, ഇപ്പൊ നശിച്ച് കിടന്നോട്ടെ, ഇത് എന്താണ്, നേച്ചറാണ് അല്ലെങ്കിൽ പ്രകൃതിയാണ്. ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, വൈകാതെ തന്നെ, വൺസ് മോർ ഷാൽ ഹിയർ പുട്ട് ഓൺ ഹർ ബ്യൂട്ടി ഇൻ ഹർ ബ്ലൂ. അവളുടെ ചുറുചുറുക്കോട് കൂടി അവളുടെ ബ്യൂട്ടിയൊക്കെ വീണ്ടും തിരിച്ചെടുക്കുമെന്ന് വിശ്വസിക്കാം. ഇപ്പൊ നശിച്ചു കിടക്കുന്ന നേച്ചർ എന്ത് ചെയ്യാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവളുടെ എല്ലാ ബ്യൂട്ടിയും തിരിച്ചെടുക്കും, വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരും. ഒരു റീബർത്ത്, ഒരു പുനർജന്മം പോലെ എന്ത് ചെയ്യും, പുതിയൊരു നേച്ചർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് ചിലപ്പോൾ ഇതും മാറിപ്പോവും. നേച്ചറിന്റെ ആ റീജനറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ റീബർത്തിന്റെ കഴിവിനെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ പൊടി പിടിച്ച് കിടക്കായിരിക്കാം, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ നേച്ചർ പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതിയായിട്ട് തന്നെ അത് മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ കറന്റ് കണ്ടീഷൻ ഓഫ് നേച്ചർ, ദ കണക്ഷൻ ഓഫ് നേച്ചർ വിത്ത് ഹ്യൂമൻസ് ആൻഡ് വാട്ട് ഹ്യൂമൻസ് ഹാവ് മെയ്ഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് നേച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.